അമ്മ മനസ്സ് സീരിയലിൻ്റെ കഥ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 2 ഭാഗമാക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യ ഭാഗം തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. മകൾ മലരിന് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് ചന്ദ്രിക. അവളുടെ ഭർത്താവ് മഹേഷിൻ്റെ മുൻകാല പ്രവർത്തികൾ അവളെ വേട്ടയാടുകയാണ്. ചന്ദ്രിക ഗുണ്ടകളോട് ഏറ്റുമുട്ടി വയനാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ്. പിന്നീട് ഭർത്താവിനെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം അവൾ അറിഞ്ഞതോടെ അവളുടെ ജീവിതം തലകീഴായി മാറുകയാണ്. മറ്റൊരു സ്ത്രീയോടൊപ്പം താമസിക്കുന്ന മഹേഷിനെ കണ്ടപ്പോൾ ചന്ദ്രിക തകർന്നു പോവുകയാണ്. ഒരു ആക്രമണത്തിൽ ലക്ഷ്മിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ചന്ദ്രിക പ്രശ്നങ്ങൾ നേരിടുകയാണ്. ചന്ദ്രികയെ അകാരണമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അതോടെ ചന്ദ്രിക ആകെ തകർന്നുപോയി. പിന്നീട് ലക്ഷ്മിയാണ് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊടുക്കുന്നത്. ലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രികയും മലരും ഫാമിലി ഗസ്റ്റ് ഹൗസിലേക്ക് മാറുകയാണ്. അതിനിടെ ലക്ഷ്മിയെ ആക്രമിച്ച യഥാർത്ഥ പ്രതികളെക്കുറിച്ച് മാലതി അറിയുകയാണ്. ചന്ദ്രിക ആ കുടുംബത്തിനെ വല്ലാണ്ട് ആകർഷിക്കുകയാണ്. തൻ്റെ കരിയറിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതിന് മേഘയെ സിദ്ധാർത്ഥ് അഭിനന്ദിക്കുകയാണ്. മലര് ഒരു അപകടത്തിൽപ്പെടുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം ചന്ദ്രിക തൻ്റെ ഭൂതകാലം ഓർക്കുകയാണ്. ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന സിദ്ധാർത്ഥിനെ കുടുംബം ഊഷ്മളമായ സ്വീകരണം നൽകുകയാണ്. സിദ്ധാർത്ഥ് മലരിനോട് കൂട്ടുകൂടാൻ ശ്രമിക്കുമ്പോൾ ചന്ദ്രിക അതിനോട് നിരുത്സാഹപ്പെടുത്തുകയാണ്. ചന്ദ്രികയുമായുള്ള കുടുംബ ബന്ധത്തെക്കുറിച്ച് മേഘ സിദ്ധാർത്ഥിനെ അറിയിക്കുകയാണ്. അതിനിടയിൽ മഹേഷിൻ്റെ ഒരു അപ്രതീക്ഷിത കോള് ചന്ദ്രികയ്ക്ക് വരികയാണ്. മഹേഷ് ചന്ദ്രികയുടെ കഴുത്തിലെ താലി പറിച്ചിടുകയാണ്. അതിൽ ചന്ദ്രിക ആകെ നിരാശയിലാണ്. ഈ സംഭവം ലക്ഷ്മിയുമായി സംസാരിച്ചപ്പോൾ ലക്ഷ്മി ചന്ദ്രികയെ ആശ്വസിപ്പിക്കുകയാണ്. ചന്ദ്രിക തൻ്റെ വിവാഹ ചിത്രങ്ങൾ ദേഷ്യത്തോടെ കത്തിക്കുകയാണ്. സിദ്ധാർത്ഥ് തൻ്റെ മുത്തശ്ശൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ കമ്പനിയിലെ അടുത്ത CEO ആയി നിയമിതനാവുകയും ചെയ്യുകയാണ്. മലരിനെ വിഷമിപ്പിച്ചതിന് മനോഹറിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചന്ദ്രിക. സിദ്ധാർത്ഥ് മേഘയ്ക്ക് ഒരു ഞെട്ടിപ്പിക്കുന്ന സമ്മാനം നൽകുകയാണ്. മെഹന്തി ഇടുന്നതിൽ സിദ്ധാർത്ഥിനെ സഹായിച്ചതിന് മേഘയെ അഭിനന്ദിക്കുകയാണ് സിദ്ധാർത്ഥ്. പിന്നീട് മലരിനെ കുറിച്ച് മോശമായി സംസാരിച്ചതിന് മാലതിയെ വിമർശിക്കുകയാണ്. മേഘയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന വിവരം മാലതി വെളിപ്പെടുത്തുകയാണ്. പിന്നീട് കുടുംബം മേഘയുടെയും ചന്ദ്രികയുടെയും ജന്മദിനം ഒരുമിച്ച് ആഘോഷിച്ചപ്പോൾ മേഘ അതിൽ അസ്വസ്ഥയാകുകയാണ്. മേഘ സിദ്ധാർത്ഥിനെ അവളുടെ ജന്മദിന പാർട്ടിയിലേക്ക് കൊണ്ടുപോവുകയും അവളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. മദ്യപിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന മേഘയെ ചന്ദ്രിക സഹായിക്കുകയാണ്. പിന്നീട് മേഘയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമ്പോൾ കുടുംബം ഞെട്ടുകയാണ്. മേഘയെ കാണാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ ചന്ദ്രികയ്ക്കെതിരെ മാലതി ആഞ്ഞടിക്കുകയാണ്. ധൈര്യത്തോടെ സാഹചര്യത്തെ നേരിടാൻ മേഘയെ കുടുംബം ഉപദേശിക്കുകയാണ്. നിർഭാഗ്യകരമായ ആ സംഭവത്തിൻ്റെ പേരിൽ ചന്ദ്രികയെയാണ് വിമർശിക്കുന്നത്. മാലതി ചന്ദ്രിക വീട്ടിലേക്ക് വരുന്നതിനെ എതിർക്കുകയാണ്. മേഘയും ചന്ദ്രികയെക്കുറിച്ച് പരാതിപ്പെടുകയാണ്. അതിനിടെ മേഘയെ സന്തോഷിപ്പിക്കാൻ ഒരു ആവേശകരമായ പദ്ധതിയുമായി സിദ്ധാർത്ഥ് വരികയാണ്. മേഘയെ സന്തോഷിപ്പിക്കാൻ അവളെ ഒരു യാത്രക്ക് കൊണ്ടുപോവുകയാണ് സിദ്ധാർത്ഥ്. അതിനിടെ ജാനകിയുടെ ഭർത്താവിനെക്കുറിച്ചുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം ചന്ദ്രിക കണ്ടെത്തുകയാണ്. സിദ്ധാർത്ഥും മേഘയും ഹൗസ് ബോട്ടിൽ ഡേറ്റിങ്ങിന് പോവുകയാണ്. അവർ ഒരു ബീച്ചിൽ ആസ്വദിക്കുകയാണ്. അതിനിടെ ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ ആളെ ചന്ദ്രിക കണ്ടെത്തുകയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥ് മേഘയെ മെഴുകുതിരി അത്താഴത്തിന് കൂട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയ ആളെ കൈവിട്ടതിൽ മഹേന്ദ്രൻ ആകെ രോഷാകുലരാകുകയാണ്. ഒരു അപരിചിതൻ വന്ന് ചന്ദ്രികയോട് തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറഞ്ഞപ്പോൾ ചന്ദ്രിക ഞെട്ടി. മേഘ കമ്പനിയിൽ ചേർന്നപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും അതീവ സന്തോഷത്തിലാണ്. മേഘയുടെ ശരിക്കുള്ള മാതാപിതാക്കളെക്കുറിച്ചുള്ള സത്യം മേഘ അറിയുകയാണ്. അതിൽ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ശരിക്കുള്ള സത്യം കണ്ടെത്താൻ മേഘ മാലതിയോട് ആവശ്യപ്പെടുകയാണ്. മലരിനെ കൊടുക്കാൻ മനോഹർ ഒരു ദുഷിച്ച പദ്ധതി തയ്യാറാക്കുകയാണ്. മലറിൻ്റെ തിരോധാനത്തിന് പിന്നിൽ മേഘയാണെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാക്കുകയാണ്. അത് മേഘയോട് സംസാരിച്ചപ്പോൾ മേഘ ദേഷ്യപ്പെടുകയാണ്. അതിനിടെ അപകടത്തിന് ഉത്തരവാദിയായ ആളെ ചന്ദ്രിക കണ്ടെത്തുകയാണ്. മലറിനെ കാറിൽ പൂട്ടിടുകയാണ് മനോഹർ. അത് കണ്ടെത്തിയ ചന്ദ്രിക മനോഹറിനോട് ദേഷ്യപ്പെടുകയാണ്. സിദ്ധാർത്ഥ് മലറിന് ഒരു പുതിയ സൈക്കിൾ സമ്മാനമായി നൽകുകയാണ്. മേഘയുടെ ജന്മ സത്യങ്ങൾ
അറിയുന്നതിനു മുമ്പ് സിദ്ധാർത്ഥിന് വിവാഹം കഴിക്കാൻ മാലതി മേഘയോട് ആവശ്യപ്പെടുകയാണ്. കണക്കിൽപ്പെടാത്ത പണത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് മനോഹറിനെ ചോദ്യം ചെയ്യുകയാണ്. മലരും സിദ്ധാർത്ഥും സംസാരിക്കുന്നത് ചന്ദ്രികയെ വിഷമത്തിലാക്കുകയാണ്. ഇതിനിടെ തൻ്റെ സഹോദരിയുടെ ജന്മദിനം ആഘോഷിക്കാൻ മേഘ തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് ഒരു സന്ദർശനം നടത്തുകയാണ്. സിദ്ധാർത്ഥിൻ്റെയും മേഘയുടെയും വിവാഹത്തെക്കുറിച്ച് മാലതി സംസാരിക്കുകയാണ്. സിദ്ധാർത്ഥിന് ഇത് ഒട്ടും ഇഷ്ടമാകുന്നില്ല. മേഘയെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് സിദ്ധാർത്ഥ് അവളെ അറിയിക്കുകയാണ്. ഇതറിഞ്ഞ മാലതി ആകെ വിഷമത്തിലാണ്. സ്കൂൾ പ്രവേശന പരീക്ഷയിൽ മലർ വിജയിക്കുകയാണ്. ചന്ദ്രിക അതിൽ അതീവ ആഹ്ലാദത്തിലാണ്. സിദ്ധാർത്ഥ് മലറിന് മധുര പലഹാരങ്ങൾ നൽകുകയാണ്. എന്നാൽ ചന്ദ്രിക അതിൽ ദേഷ്യപ്പെടുകയാണ്. തൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിൽ മേഘ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. ചന്ദ്രിക തൻ്റെ ജീവൻ പണയപ്പെടുത്തി മഹേന്ദ്രനെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കുകയാണ്. ചന്ദ്രികയെ പ്രോത്സാഹിപ്പിച്ച സിദ്ധാർത്ഥിനെതിരെ മാലതിയും മനോഹരും ദേഷ്യപ്പെടുകയാണ്. ലക്ഷ്മിക്ക് ചന്ദ്രികയോടുള്ള സ്നേഹം കണ്ട് മേഘയും ജാനകിയും അസ്വസ്ഥയാണ്. തനിക്കും മലറിനും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയ ലക്ഷ്മിയെ ചന്ദ്രിക നന്ദി അറിയിക്കുകയാണ്. ചന്ദ്രികയോട് അകലം പാലിക്കാൻ സിദ്ധാർത്ഥിനോട് മേഘ ആവശ്യപ്പെടുകയാണ്. കമ്പനിയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് സിദ്ധാർത്ഥ് മേഘയോട് ആരായുകയാണ്. മലർ സ്കൂളിലേക്ക് അതീവ സന്തോഷവതിയായി പോകുന്നു. അവിടുന്ന് ഒരു ഫ്രണ്ട്സിനെ കണ്ടെത്തുകയാണ്. തന്നോടുള്ള സിദ്ധാർത്ഥിൻ്റെ പെരുമാറ്റത്തിൽ മേഘ ആശങ്കപ്പെടുകയാണ്. കണക്കിൽപ്പെടാത്ത തുകയെക്കുറിച്ച് മഹേന്ദ്രനും മേഘയോട് ചോദിക്കുകയാണ്. അതിൽ മേഘ അസ്വസ്ഥപ്പെടുകയാണ്. സിദ്ധാർത്ഥിനെ എത്രയും വേഗം വിവാഹം കഴിക്കാനും അതിനുശേഷം ബിസിനസ് ഏറ്റെടുക്കാനും മാലതി മേഘയെ ഉപദേശിക്കുകയാണ്. ഒരു ഫിഷ് ടാങ്ക് ഉടച്ചതിൻ്റെ പേരിൽ ചന്ദ്രികയെയും മലറിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് മാലതി. എന്നാൽ അത് മഹേന്ദ്രനെ ആകെ പ്രകോപിപ്പിക്കുകയാണ്. മഹേന്ദ്രൻ സിദ്ധാർത്ഥിനോട് മലറിനെയും ചന്ദ്രികയെയും കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണ്. സിദ്ധാർത്ഥ് അവരെ കണ്ടെത്തുകയും വീട്ടിലേക്ക് മടങ്ങാൻ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അവൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവർ തിരിച്ചു വന്നതിൽ മാലതി ആകെ നിരാശയിലാണ്. കൈക്ക് പരിക്കേറ്റ സിദ്ധാർത്ഥിനെ മേഘ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സിദ്ധാർത്ഥിന് അത് ഇഷ്ടമാകുന്നില്ല. അവൻ എതിർക്കുമ്പോൾ മേഘ അസ്വസ്ഥപ്പെടുകയാണ്. മഹേന്ദ്രനും ലക്ഷ്മിയും മലറിന് പിറന്നാൾ സമ്മാനം കൊടുക്കുകയാണ്. സ്കൂൾ ഗേറ്റിൽ വെച്ച് മഹേഷ് മലറിനെ കാണുകയും അവളോട് ജന്മദിനത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. മലറിനെ കാണാതായ ചന്ദ്രിക ആകെ പരിഭ്രാന്തിയിലാവുകയാണ്. മലറിനെ മഹേഷിൻ്റെ വീട്ടിൽ വെച്ച് ചന്ദ്രിക കണ്ടെത്തുകയാണ്. മഹേഷിനെതിരെ ചന്ദ്രിക ആഞ്ഞടിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ ബിസിനസ് ഏറ്റെടുക്കാൻ വീണ്ടും വീണ്ടും മാലതി മേഘയോട് ആവശ്യപ്പെടുകയാണ്. കുടുംബം മേഘയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹ നിശ്ചയത്തിനുള്ള തിരക്കിലാണ്. എന്നാൽ സിദ്ധാർത്ഥ് ഇതിൽ ആകെ അസ്വസ്ഥനാണ്. സിദ്ധാർത്ഥിന് ചന്ദ്രികയോടൊരു ഇഷ്ടം വരികയാണ്. മലറിനോട് കൂട്ടുകൂടുന്നത് തടയാൻ അത് സിദ്ധാർത്ഥിനോട് പറയാൻ മാലതി മേഘയോട് ആവശ്യപ്പെടുകയാണ്. ഒരു തീപിടുത്തത്തിൽ നിന്ന് ചന്ദ്രികയെ രക്ഷപ്പെടുത്തുകയാണ് സിദ്ധാർത്ഥ്. എന്നാൽ ഇതിൽ മേഘ ആകെ അസ്വസ്ഥയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ചന്ദ്രികയോട് മേഘ ആവശ്യപ്പെടുകയാണ്. അതിൽ ചന്ദ്രിക ആകെ നിരാശപ്പെടുകയാണ്. അവൾ ലക്ഷ്മിയെ വീട് വിടാനുള്ള തീരുമാനം അറിയിക്കുകയാണ്. എന്നാൽ ലക്ഷ്മി അതിനെ എതിർക്കുകയാണ്. മേഘയുടെ വിവാഹകാര്യം ആശങ്കയിലായതിനാൽ കുടുംബം ഒരു ജ്യോതിഷിയെ കാണുകയാണ്. മാലതി സിദ്ധാർത്ഥിനോട് മേഘയെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മുത്തച്ഛൻ ഒരു നെഞ്ചുവേദന മൂലം തളർന്നു വീഴുകയാണ്. തറയിൽ കിടക്കുന്ന മുത്തച്ഛനെ ചന്ദ്രിക ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. മലർ സ്കൂൾ ഗെയിംസിൽ വിജയിക്കുകയാണ്. ചന്ദ്രികയോട് ഒരു ജോഡി ഷൂ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മലർ. എന്നാൽ ഒരു ജോഡി ഷൂവുമായി വന്ന് സിദ്ധാർത്ഥ് അവളെ അമ്പരപ്പിക്കുകയാണ്. മേഘ ചന്ദ്രികയോട് സിദ്ധാർത്ഥിൻ്റെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അവനെ അവോയ്ഡ് ചെയ്യാൻ ചന്ദ്രികയോട് നിർദ്ദേശിക്കുകയാണ്. മലറിന് ഷൂ സമ്മാനിച്ചതിൽ സിദ്ധാർത്ഥിനോട് ചന്ദ്രിക ദേഷ്യപ്പെടുകയാണ്. ആ ഷൂ തിരികെ നൽകിയതിനെതിരെ മലർ ചന്ദ്രികയോട് ദേഷ്യപ്പെടുകയാണ്. ചന്ദ്രിക ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഭക്ഷണ വിതരണ ജോലിയിൽ അവൾ ഏർപ്പെടുകയാണ്. തനിക്കൊരു മോട്ടോർ സൈക്കിൾ വേണമെന്ന് നരേന്ദ്രൻ മേഘയോട് ആവശ്യപ്പെടുകയാണ്. മുമ്പ് ലക്ഷ്മി അപകടത്തിൽപ്പെടാനുണ്ടായ കാരണക്കാരനെ ചന്ദ്രിക കണ്ടെത്തുകയാണ്. ചന്ദ്രികയെ രക്ഷിക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് ഗുണ്ടകളോട് പോരാടുകയാണ്. ലക്ഷ്മിയുടെ അപകടത്തിന് കാരണമായ മനോഹറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. കേസ് നടത്തി അവരെ ജയിലിലടക്കാൻ വീട്ടുകാർ തീരുമാനിക്കുകയാണ്. സിദ്ധാർത്ഥ് വീണ്ടും തൻ്റെ കമ്പനിയിലെ ക്രമക്കേടുകളെക്കുറിച്ച് മേഘയോട് ചോദിക്കുകയാണ്. എന്നാൽ അവൾക്ക് ദേഷ്യം വരികയാണ്. ഒരു ഫയൽ മേഘയെ ഏൽപ്പിക്കാൻ ചന്ദ്രികയോട് ലക്ഷ്മി ആവശ്യപ്പെടുകയാണ്. എന്നാൽ ആ ഫയൽ അറിയാതെ മലർ വഴിയിൽ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ ചന്ദ്രിക എല്ലായിടത്തും ആ ഫയൽ തിരയുകയാണ്. എന്നാൽ ഫയൽ പോയതിന് ഉത്തരവാദി താനാണ് എന്ന് സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് പറയുകയാണ്. സിദ്ധാർത്ഥിനെ തരം താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ട്
മേഘ ഒരു നീക്കം നടത്തുകയാണ്. നഷ്ടപ്പെട്ട ഫയലിനെ കുറിച്ച് ചന്ദ്രികയെ ആശ്വസിപ്പിക്കാൻ സിദ്ധാർത്ഥ് ഒരു ശ്രമം നടത്തുകയാണ്. എന്നാൽ സിദ്ധാർത്ഥിനെ തരം താഴ്ത്തി കമ്പനിയുടെ പുതിയ CEO ആയി മേഘയെ നിയമിക്കുകയാണ്. മേഘയെ നിയമിച്ച വിവരം മഹേന്ദ്രൻ ജീവനക്കാരെ അറിയിക്കുകയാണ്. മാലതി അതീവ സന്തോഷത്തിലാണ്. സിദ്ധാർത്ഥിൻ്റെ ദുരവസ്ഥ അറിഞ്ഞ മലർ സിദ്ധാർത്ഥിനോട് ക്ഷമ ചോദിക്കുകയാണ്. കമ്പനിയിലെ പുതിയ നിയമങ്ങൾ കണ്ട് സിദ്ധാർത്ഥ് ഞെട്ടുകയാണ്. കമ്പനിയിലെ പഴയ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി മേഘ ഒരു നീക്കം നടത്തുകയാണ്. എന്നാൽ സിദ്ധാർത്ഥ് അവളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മേഘയുടെ കമ്പനി ഭരണം സിദ്ധാർത്ഥിനെ വിഷമത്തിലാക്കുകയാണ്. അമ്മ മനസ്സിൻ്റെ കഥ ഇതുവരെ എന്നുള്ള പംക്തിയിൽ 1-ാം ഭാഗത്ത് ഇതുവരെയാണ്. 2-ാം ഭാഗവുമായി ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.